ക്രൂശിതനോടൊപ്പം. ഈശോയിൽ ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈ നോമ്പുകാല ചിന്തകൾ ഇന്ന് വന്നെത്തി നിൽക്കുന്നത് കുരിശിൻ്റെ വഴിയിലെ കർത്താവിൻ്റെ വീഴ്ചകളിലാണ്. കുരിശിൻ്റെ വഴിയിൽ 3 പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് കർത്താവ് കുരിശോടുകൂടെ വീണു. 3-ാം സ്ഥലത്തും 7-ാം സ്ഥലത്തും 9-ാം സ്ഥലത്തും ഈ കുരിശോടുകൂടെ വീഴുന്ന രംഗങ്ങളുണ്ട്. ഇതേക്കുറിച്ച് ചില ആത്മീയ ചിന്തകർ പറയുന്നത് കുരിശോടുകൂടിയുള്ള കർത്താവിൻ്റെ വീഴ്ച നമ്മുടെ വീഴ്ചയുടെ തുടർച്ചയാണ്. അവിടുന്ന് കുരിശോടുകൂടെ താഴെ വീണത് പാപ സംസർഗത്തിലെ നമുക്ക് സംഭവിക്കുന്ന 3 അപകടങ്ങൾ സൂചിപ്പിക്കാനാണ്. ഒന്നാമതായിട്ട്, തീരുമാനങ്ങളില്ലാതെ കുമ്പസാരിക്കുന്നവരുടെ എണ്ണം ഇന്ന് വളരെ കൂടുതലാണ്. എല്ലാവരും കുമ്പസാരിക്കുന്നുണ്ട്. കുമ്പസാരിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി കുമ്പസാരിൽ പറഞ്ഞ പാപങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കും. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മൾ പറയുന്ന പാപങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് പരിശോധിച്ചാൽ മിക്കവാറും വൺ ആൻഡ് ദ സെയിം, എല്ലാം ഒന്നാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് കർത്താവ് പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. മകളെ പൊയ്ക്കൊള്ളുക, സമാധാനത്തിൽ മേൽ പാപം ചെയ്യരുത്. കുമ്പസാരം സാധുവാകുന്നത് തീരുമാനത്തിലാണ്. 2, പാപം ഒരു തഴക്കദോഷമാക്കി മാറ്റുന്ന ആളുകളുണ്ട്. ചെയ്തത് തന്നെ വീണ്ടും ചെയ്യുന്നത്. അത് ഗൗരവമൊന്നും അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അവർക്ക് ആ ബലഹീനത നിയന്ത്രിക്കാൻ കഴിവില്ല. അതുകൊണ്ട് തന്നെ തഴക്കദോഷങ്ങൾ എന്നുള്ള ഒരു പേരിൽ നമ്മൾ കുറേ പാപങ്ങൾ കാണുന്നുണ്ട്. പിന്നെ എല്ലാവരും അത് ചെയ്യുന്നത് കൊണ്ട് അത് പാപമല്ല, അത് കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്താഗതിയുള്ള ആളുകളും ധാരാളമുണ്ട്. 3-മതായിട്ട്, പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കാൻ മനുഷ്യൻ കാണിക്കേണ്ട വിവേകം കാണിക്കാതെ പോകുന്നു. ചിലർ പാപം ആവർത്തിക്കാതിരിക്കാൻ ഉപേക്ഷിക്കേണ്ട സൗഹൃദങ്ങളുണ്ട്, പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികളുണ്ട്. ഇതൊന്നും നമ്മൾ ഉപേക്ഷിക്കുകയില്ല. പാപ സാഹചര്യങ്ങളെ ഇഷ്ടപ്പെടുന്നവൻ പാപത്തിൽ വീഴുമെന്ന ഉറപ്പാണ്. കള്ളു കുടിക്കുന്നവൻ ബാറിലെ കൂട്ടുകാരനെ കമ്പനി കൊടുക്കാൻ പോയാൽ പിന്നെ തലയ്ക്ക് വെളിവില്ലാതെ വീട്ടിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും വേണ്ട. അതുകൊണ്ട് പാപം ഉപേക്ഷിക്കാൻ തീരുമാനമുണ്ടാകണം. ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ദൃഢമായ നിശ്ചയങ്ങളുണ്ടാകണം. പാപസാഹചര്യങ്ങൾ ഉപേക്ഷിക്കാനുള്ള സന്മനസ്സുണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കൃപയാണ് നിലനിൽപ്പിൻ്റെ വരം, ദ ഗ്രേസ് ഓഫ് പെർസിവറൻസ്. നമ്മൾ പ്രാർത്ഥിക്കണം ഈ നോമ്പുകാലത്ത്, കർത്താവേ, ഞങ്ങൾ ഏറ്റുപറയുന്ന പാപങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ നിലനിൽപ്പിൻ്റെ വരം ഞങ്ങൾക്ക് നൽകണേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, നീ കുരിശോടുകൂടെ 3 പ്രാവശ്യം വീണത് ഞങ്ങളുടെ വീഴ്ചയുടെ പ്രതീകാത്മകമായിട്ടുള്ള അടയാളമാണ്. കുമ്പസാരം തീരുമാനമില്ലാതെ നടത്തുന്നത്, ചെയ്ത പാപങ്ങൾ തഴക്കദോഷങ്ങളായിട്ട് ആവർത്തിക്കുന്നത്, പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കാതെ തുടരുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളെ പാപത്തിൻ്റെ തിന്മയിൽ നിന്ന് നിരക്ഷിക്കണേ. പാപം ചെയ്യാതെ ജീവിക്കാൻ, പാപത്തേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്നുള്ള വികാരത്തോട് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ക്രൂശിതനോടൊപ്പം.